അയ്യോ നമ്മളെടുക്കടി. ഹായ് ഗായ്സ്, എല്ലാവർക്കും ട്രാവൽ പീഡിയക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കയാക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന മോഹത്തോടെ ഞങ്ങൾ ബുക്ക് ചെയ്തു പോയത് കടമക്കുടിയിലുള്ള സീക്രട്ട് റൂട്ട് കയാക്കിംഗ് എന്ന ടീമിൻ്റെ അടുത്താണ്. എറണാകുളം കണ്ടെയ്നർ റോഡിലുള്ള പിഴല എന്ന ബ്രിഡ്ജിൻ്റെ അണ്ടർപാസ് വഴിയിൽ കൂടിയാണ് കയാക്കിംഗ് ടീമിൻ്റെ അടുത്തേക്ക് പോകാനുള്ള വഴി. അവിടെ നാവിക പാലം എന്നൊരു പാലത്തിന് അടുത്താണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. അവിടെ എത്തിയ ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ബാഗുകൾ വെക്കാനൊക്കെ ഒരു ചെറിയ മുറി നമുക്ക് നൽകും. അതിനുശേഷം കയാക്കിംഗ് ടീമിൻ്റെ ലീഡേഴ്സ് നമുക്ക് പാഡ്ലിംഗ് ചെയ്യേണ്ട രീതികളെല്ലാം പറഞ്ഞു തരും. ഈവനിങ് സൺസെറ്റും കണ്ട് തിരികെ വരുന്നു എന്നതായിരുന്നു കറണ്ട് പ്ലാൻ. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായ ശേഷം ഞങ്ങൾ പയ്യെ പാഡ്ലിംഗ് തുടങ്ങി. അയ്യോ നമ്മളെടുക്കടി. പാഡ്ലിംഗ് ചെയ്ത് വലിയ പരിചയമൊന്നുമില്ലാത്ത കാരണം ഒന്ന് സെറ്റായ വരാൻ കുറച്ച് ടൈം എടുത്ത്. അറൗണ്ട് ഒരു 15 മിനിറ്റ് അവിടെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അയ്യോ കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ വെയിലിന് വലിയ അതിപ്രസന്നമൊന്നും ഉണ്ടായില്ല. വലിയ ടയർഡും ഫീൽ ചെയ്തില്ല. സോ അവിടെയാണ് ചായ കിട്ടുന്ന പോയിന്റ്. ഒരു 45% ഒക്കെ കവർ ചെയ്ത് കഴിയുമ്പോൾ റിഫ്രഷ്മെൻറ്റിനുള്ള സ്പോട്ട് ഗൈഡ് പറഞ്ഞു തരും. ഞങ്ങൾ നേരെ അങ്ങോട്ട് തുഴഞ്ഞു. പാലിയം തുരുത്ത് എന്നാണ് സ്പോട്ടിൻ്റെ പേര്. അവിടെ തന്നെ ഒരു റോറോ ബോട്ട് ചിട്ടയും അതുകൂടാതെ തന്നെ പിഴല പാലിയം തുരുത്ത് വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ പണിയും നടക്കുന്നുണ്ടായിരുന്നു. സോ പയ്യമ്പുരി നിനക്കുണ്ട്. അവിടെ റിഫ്രഷ്മെൻറ്റായിട്ട് നമുക്ക് ചായയും പഴംപൊരിയൊക്കെ തരും. അപ്പോൾ നമുക്ക് കട്ടൻ വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ ഒരു കട്ടൻ നമുക്ക് തരുന്നതാണ്. പിന്നെ നമ്മുടെ സിനിമയിലുള്ള നന്ദനാവർമ്മയും അതുപോലെ തന്നെ മറ്റേ വാഴ സിനിമയിൽ അഭിനയിച്ച മീനാക്ഷി കൃഷ്ണൊക്കെ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നു. പഴംപൊരിയും ചായയൊക്കെ മുടങ്ങിയ ശേഷം ഞങ്ങൾ പിന്നെയും പാഡ്ലിംഗ് തുടങ്ങി. ഇത്തവണ ടാർഗറ്റ് സൺസെറ്റ് കാണുക എന്നുള്ളതായിരുന്നു. നേരം ഇരുട്ടി വരുന്നതിന് മുമ്പേ ചെല്ലേണ്ടത് കായലിൻ്റെ മെയിൻ ഏരിയയിലേക്കാണ്. അവിടെ നിന്നാൽ കണ്ടെയ്നർ ടെർമിനലൊക്കെ വിസിബിൾ ആകുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ റൂട്ട് തിരിഞ്ഞ് കടമക്കുടി ഐലൻഡിൻ്റെയും മുരിക്കൽ ഐലൻഡിൻ്റെയും ഇടയിൽ കൂടിയുള്ള കായലിലൂടെയാണ് പുറപ്പെട്ടത്. അത്യാവശ്യം നല്ലൊരു ഹെഡ് വിൻഡായിരുന്നു പോകുന്ന വഴിക്ക്. അതുകൊണ്ട് തന്നെ എഫേർട്ട് എടുത്ത് തുഴയേണ്ടിയും വന്നു. അതുമാത്രമല്ല തിരയുടെ ഓളവും കൂടി വന്നു. വേറെ ബോട്ടൊക്കെ ആ വഴി പോയാൽ ഈ തിര നല്ലോണം അറിയാൻ പറ്റും. മൊബൈൽ പോകുന്നുള്ള ചെറിയ പേടിയൊക്കെ വന്നെങ്കിലും നല്ല തിര വരുമ്പോൾ നേരെ മൊബൈലെടുത്ത് കവറിലേക്ക് ഇടും. കാറ്റൊക്കെ കൊണ്ട് തുഴയാൻ നല്ലൊരു പൊളി വൈബായിരുന്നു. കൂടെ വന്ന ടീംസൊക്കെ മുന്നേ കയറിപ്പോയി. ഞങ്ങളും പയ്യെ പാഡ്ലിംഗ് സ്പീഡങ്ങൾ കൂട്ടി. കിണ്ണം വ്യൂ ആയിരുന്നു പോകുന്ന തൊട്ട് മുൻപിൽ. അങ്ങനെ ഞങ്ങൾ മെയിൻ കായലിലേക്ക് എത്തി.
കായലിൽ കൂടി ഹൗസ് ബോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു വ്യൂ ആയിരുന്നു. പിന്നെ പാഡ്ലിംഗ് ടീമിൻ്റെ ഒപ്പം ഉണ്ടായ കുറച്ച് പേരൊക്കെ കായലിൽ നടുക്കോട്ട് അങ്ങോട്ട് തുഴഞ്ഞു പോയി. അത്യാവശ്യം ചെറുതായിട്ട് ഒരു പേടിയൊക്കെ വന്ന കാരണം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഈ നിന്ന സ്പോട്ടിൽ തന്നെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും അങ്ങനെ എടുത്ത്. പിന്നെ സൂര്യൻ പയ്യെ താഴ്ന്നു തുടങ്ങിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പയ്യെ സൺസെറ്റ് കാണാൻ തുടങ്ങി ഞങ്ങൾ. സൺസെറ്റ് കണ്ട ശേഷം തിരികെ പോകേണ്ടത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഏരിയയിലേക്കായിരുന്നു. തിരിച്ചു പോകുന്നതും വേറൊരു വഴിയിലൂടെയായിരുന്നു. ചെകുത്താൻതുരുത്ത് എന്നാണ് ആ സ്പോട്ടിൻ്റെ പേര്. വേറെ ബോട്ടിംഗ് ടീമൊക്കെ ആ വഴി കടന്നു പോയിരുന്നു. നേരം ഇങ്ങനെ ഇരുട്ടി വരുന്നത് കൊണ്ട് തന്നെ വീഡിയോയിലെല്ലാം ക്ലാരിറ്റി കുറവ് നല്ലോണം ഫീൽ ചെയ്തു. തൊട്ടുപുറകെ ബെല്ലയും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ടീംസൊക്കെ ഓൾറെഡി ഞങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോയിരുന്നു. നിങ്ങൾ അഡ്വഞ്ചർ പരിപാടീസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഈ കയാക്കിംഗ്. ഞങ്ങൾക്ക് നീന്താനൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന മോഹത്തോടെ വന്നുകൊണ്ട് തന്നെ വളരെ നന്നായി ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യുകയും ചെയ്തു. ലൈഫ് ജാക്കറ്റുകൾ ഉള്ളതുകൊണ്ട് മറിഞ്ഞു വീണാലും വെള്ളത്തിൽ പൊങ്ങിക്കിടന്നോളം എന്നൊരു ധൈര്യവും ഉണ്ടായിരുന്നു. സോ താങ്ക് യു സീക്രട്ട് റൂട്ട് കയാക്കിംഗ് ടീം ഫോർ ദിസ് കയാക്കിംഗ് സെഷൻ. ഇവർക്ക് ഈവനിങ് മാത്രമല്ല മോർണിംഗ് സെഷനുമുണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഫൈനലി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു. അവരുടെ അടുത്തിലൂടെ ഒരു സെൽഫ് എടുക്കണേ.